അതെ, ശ്രീ ഷാജിർ ഖാൻ, ഇവിടെ ഇന്ന് വീണ ജോർജ് പറഞ്ഞൊരു കാര്യം, അതായത് 26,000-ഓളം ആശാ വർക്കർമാർ കേരളത്തിലുണ്ട് സംസ്ഥാന വ്യാപകമായി. അവിടെ അതിൽ 6% ആളുകൾ മാത്രമാണ് ഈ സമരരംഗത്തുള്ളത് എന്നുള്ളൊരു കണക്ക് മുന്നോട്ട് വെക്കുകയാണ്. ബാക്കി ഭൂരിഭാഗം, അതായത് 80% ആളുകളും മറുവശത്താണ്, സമരരംഗത്തില്ല എന്ന് പറയുന്നു. ഒപ്പം താങ്കൾക്കറിയാം, ഈർക്കിൽ പാർട്ടികൾ, പാട്ടപ്പിരിവുകാർ, അങ്ങനെയുള്ള ആക്ഷേപം കഴിഞ്ഞ കുറേ ദിവസമായി ഈ സമരവുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നുമുണ്ട്. അങ്ങനെ ഇവരെ തെറ്റിദ്ധരിപ്പിച്ച് സമരത്തിലേക്ക് കൊണ്ടുവന്ന എന്ന് സുനിൽകുമാറിന്റെ വാദവും കൂടി ചേർത്ത് വെച്ചാലുള്ള മറുപടി. അതായത് ഇപ്പോൾ മഹാസംഗമം നടന്നപ്പോൾ 5,600 പേർ പങ്കെടുത്തു എന്നാണല്ലോ പോലീസിൻ്റെ കണക്ക്. ആശാ വർക്കർമാരുടെ സമരം 5,600 പേർ എന്ന് പറഞ്ഞാൽ 26,000 പേരിൽ ഏകദേശം 18-20% പേരായി നമ്മൾ അങ്ങനെ നോക്കിയാൽ. അപ്പോൾ അത്രയും പേർ പങ്കെടുക്കുന്ന, നേരിട്ട് പങ്കെടുക്കുന്ന ഒരു സമരം ഉണ്ടെങ്കിൽ അതിനർത്ഥം ആ 20% പേർ നേരിട്ട് സെക്രട്ടേറിയറ്റ് നടയിൽ വന്നെങ്കിൽ അതിൻ്റെ ഒരു 2 ഇരട്ടി കൂടെ നമുക്ക് ഏറ്റവും ചുരുക്കത്തിൽ നമുക്ക് കൂട്ടിയോ, ഏറ്റവും മിനിമം നമുക്ക് കൂട്ടാം. 2 ഇരട്ടി കൂടെ കൂട്ടി നോക്കൂ, എത്ര ശതമാനം പേർ ആൾക്കാർ എന്ന് പറഞ്ഞാൽ മോർ ദാൻ 20,000-ൽ ഏറെ എന്ന് നമുക്ക് പറയാൻ പറ്റും. 20,000-ൽ ഏറെ ആശാ വർക്കർമാർ ഇപ്പോൾ സമരരംഗത്തുണ്ട് എന്ന് നമുക്ക് കണ്ണടച്ച് പറയാൻ പറ്റും. കാരണം ഇപ്പോൾ നേരിട്ട് ഹാജരാകാതിരുന്ന വ്യത്യസ്ത ജില്ലകളിൽ ഇപ്പോൾ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ആലപ്പുഴയിൽ ആരംഭിച്ചു, അവരുടെ സമരം നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ മറ്റു പല ജില്ലകളിലും ആശാ വർക്കർമാർ സ്വന്തം നിലയ്ക്ക് വരികയാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വൻതോതിൽ 26,000 പേരിൽ ഭൂരിപക്ഷം പേരും ഈ സമരരംഗത്തുണ്ട് എന്ന് അതാണ് കണക്ക്. ആ കണക്കൊക്കെ അവിടെ നിൽക്കട്ടെ. പ്രധാനപ്പെട്ട പ്രശ്നം നമുക്ക് ഇപ്പോൾ ഇവിടെ ആശാ വർക്കർ സമര നേതാവ് ശാന്തമ്മ ചേച്ചി പറഞ്ഞല്ലോ, 21,000 രൂപ മിനിമമാണ്. 21,000 രൂപയോടെ എങ്ങനെ ജീവിക്കും? ഇന്നത്തെ ഈ വിലക്കയറ്റത്തിൻ്റെ നാളുകളിൽ എങ്ങനെയാണ് 21,000 രൂപയോട് ജീവിക്കാൻ പറ്റുക? 26,000 രൂപ കൊടുത്താൽ പോലും ജീവിക്കാൻ പറ്റത്തില്ല. അതാണ് സാഹചര്യം. അപ്പോൾ അതുകൊണ്ട് അത് മിനിമമാണ്. അത് എത്രയും പെട്ടെന്ന് കൊടുക്കാൻ നടപടി ഉണ്ടാക്കണം. അപ്പോൾ പക്ഷേ സുനിൽകുമാർ പറയുന്നത്, അല്ലെങ്കിൽ CIT പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന ഈ തൊഴിലാളി സർക്കാർ എന്ന് പറയുന്ന CPM ഗവൺമെൻറ്റിൻ്റെ വക്താക്കൾ പറയുന്നത് അത് ഞങ്ങളല്ല കൊടുക്കേണ്ടത് എന്നാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ പിന്നെ ഒരു തൊഴിലാളി സർക്കാർ എന്നെങ്ങനെ വിളിക്കുക? തൊഴിലാളി സർക്കാർ എന്ന് പറഞ്ഞാൽ പ്രഥമ പരിഗണന കൊടുക്കേണ്ടതാ ഈ പറയുന്ന ആശാപ്രവർത്തകർ എന്ന് പറയുക. അവർ തൊഴിലാളികളായിട്ട് പോലും അംഗീകരിച്ചിട്ടില്ല. അവർ സ്കീം വർക്കേഴ്സിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാർ കാണുന്നതെന്ന് പറയുന്നു. സംസ്ഥാന സർക്കാരും അങ്ങനെ തന്നെയല്ലേ കാണുന്നത്. എന്തുകൊണ്ടത് മാറ്റം വരുത്തുന്നില്ല? ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഇവർ തൊഴിലാളികളാണ്, അടിസ്ഥാന വർഗ്ഗമാണ്. അവർക്ക് തൊഴിലാളികളുടെ സ്റ്റാറ്റസ് കൊടുക്കണം. അവർ തൊഴിലാളികൾ എന്ന നിലയ്ക്ക് അംഗീകരിക്കണം. അവർക്ക് ആവശ്യമായ ആ അടിസ്ഥാനത്തിലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കണം. അതാരാ കൊടുക്കുക? സംസ്ഥാനത്തെ കേരള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് മുഴുവൻ മാതൃകയായി ആദ്യം അത് നടപ്പിലാക്കേണ്ടത്. അപ്പോൾ അത് ചെയ്യാതെ, അവർക്ക് മിനിമം കൊടുക്കാതെ ഇപ്പോൾ 7,000 രൂപ വരെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് എന്ന് സുനിൽകുമാർ പറയുമ്പോൾ ഞാൻ സുനിലിൻ്റെ അറിവിലേക്ക് പറയാം. അത് നേടിയെടുത്തതാണ് സുനിൽ. എത്ര വർഷക്കാലമായി, കഴിഞ്ഞ 7-8 വർഷക്കാലമായി നടത്തിയ നിരന്തരമായ സമരത്തിലൂടെയാണ് 500-ഉം 1,000-ഉം 200-ഉം 300-ഉം ഒക്കെ വെച്ച് കൂട്ടിയാണ് 7,000 ആയത്. അത് കൊടുത്ത ഔദാര്യമൊന്നുമല്ല, സമരം ചെയ്ത് നേടിയെടുത്താണ്. ആശാ വർക്കേഴ്സിൻ്റെ അസോസിയേഷൻ നടത്തിയ നിരന്തരമായ സമരത്തിലൂടെ ഉണ്ടായി വന്നതാണ് എന്ന് ചരിത്രം പരിശോധിച്ച് മനസ്സിലാവും. അപ്പോൾ അതോടെ നിൽക്കട്ടെ. പക്ഷേ ആ 7,000 രൂപയിൽ നിന്ന് വർദ്ധിപ്പിച്ച് 21,000 ആക്കണമെന്നാണല്ലോ ഒരു പ്രധാനപ്പെട്ട ഡിമാൻഡ്. എൻ്റെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്. അതിനെ ആ സമരത്തിൽ പങ്കെടുക്കുന്ന ആശാ വർക്കർമാരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവരുടെ വീടുകളിൽ പോയി ഭീഷണിപ്പെടുത്തുന്നു. ഈ സമരത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഒരു തൊഴിലാളി സർക്കാർ പോട്ടെ, ഒരു ജനാധിപത്യ സർക്കാർ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഞങ്ങൾ 25-ാം തീയതി കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി മുൻകൈയെടുത്ത് ഒരു ഐക്യദാർഢ്യ സമ്മേളനം നടത്തി. ഒരു പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച അതിൽ വളരെ പ്രഗത്ഭരായ KP കണ്ണൻ, BS സർക്കാരിൻ്റെ കാലത്ത് സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്ന ഡോക്ടർ KP കണ്ണൻ, അത് നയിച്ച ഒരാളാണ്. ജോസഫ് സി മാത്യു ഉണ്ടായിരുന്നു. പിന്നെ ഡോക്ടർ KG താര, അവർക്കെതിരെല്ലാം കേസ് എടുത്തു. അതെ, ഡോക്ടർ KG താരയ്ക്കെതിരെ. KG താര ആരാ? പിന്നെ ഗോവിന്ദപിള്ളയുടെ മകളാണ്, CPIയുടെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള ഇടതുപക്ഷത്തിലും അല്ലെങ്കിൽ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളവരും ഗാന്ധിയനായിട്ടുള്ള പിന്നെ നമ്മുടെ സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതിയുടെ പ്രസിഡൻ്റായിരിക്കുന്ന MP മത്തായി സാറിനെ ഉൾപ്പെടെ ഇപ്പോൾ എന്താണ് കലാപം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിരിക്കുകയാണ്, ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇതൊരു ജനാധിപത്യ സർക്കാരാണോ? ഒരു ജനാധിപത്യ സർക്കാർ നമ്മളൊരു സർക്കാരിനെ ജനാധിപത്യ സർക്കാർ എന്ന് പറയുന്നത് സമരങ്ങളോടുള്ള സമീപനമാണ്, തൊഴിലാളികളോടുള്ള സമീപനമാണ്. അപ്പോൾ തൊഴിലാളികൾ, ഏറ്റവും അടിസ്ഥാന വർഗം നടത്തുന്ന ഒരു തൊഴിലാളി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവർക്കെതിരെ കേസെടുക്കുമെന്ന് പറയുന്ന, അല്ലെങ്കിൽ കേസെടുത്ത ഒരു സർക്കാർ അത് തുടരാൻ അർഹതയില്ല. ഈ പിണറായി ഗവൺമെൻറ് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള, ജനവിരുദ്ധമായിട്ടുള്ള, തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള ഒരു സർക്കാരാണെന്ന് ഇതിനകം സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ജനവികാരം അലയടിക്കുകയാണ്. ഇപ്പോൾ ഇർക്കിൽ പാർട്ടി അല്ലെങ്കിൽ അരാജകവാദികൾ എന്നൊക്കെ പറയുന്നത് എന്തൊരു അസംബന്ധ പരാമർശങ്ങളാണ്. ഒരു ജനാധിപത്യവാദിക്കും ജനാധിപത്യ ബോധം തരുമ്പെങ്കിലും ഉണ്ടെങ്കിൽ ഒരാളും അങ്ങനെ പറയില്ല.
പക്ഷേ ശ്രീ എളമരം കരീമിനെ പോലെ വളരെ പരിണതപ്രജ്ഞനായ ഒരു നേതാവ് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക. പാട്ടപ്പിരിവെന്നും പാട്ടപ്പിരിവ് എന്ന് പറയാം. ആരെയാണ് നിങ്ങൾ പാട്ടപ്പിരിവുകാരത് ഉദ്ദേശിക്കുന്നത്? അല്ല പാട്ടപ്പിരിവിൻ്റെ പ്രശ്നം എന്താണ്? അടിസ്ഥാനപരമായി തൊഴിലാളി വർഗത്തിൽ നിന്ന് പാട്ട വെച്ച് പിരിച്ച് പ്രവർത്തിക്കുന്നതാണല്ലോ. ഇപ്പം നമ്മൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ബക്കറ്റ് പിരിവുണ്ട്. പക്ഷെ പാട്ട വെച്ച് പിരിക്കുന്നതാണ്. ഇപ്പോൾ SUC കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചാണ് പറയുന്നതെങ്കിൽ SUC കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാട്ട വെച്ച് പിരിക്കുന്ന പ്രസ്ഥാനമാണ്, അതിൽ അഭിമാനിക്കുന്ന പ്രസ്ഥാനമാണ്. കാരണം അത് തൊഴിലാളി വർഗ പ്രസ്ഥാനമാണ്. അതോടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, പക്ഷെ അങ്ങനെ ഈ സമരത്തെ പിന്തുണയ്ക്കുന്ന ജനാധിപത്യ ശക്തികളോട് അല്ലെങ്കിൽ പിന്നെ ഈ ഗാന്ധിയന്മാരോട് സാംസ്കാരിക നായകരോട് അവരെ തുറുങ്കിലടയ്ക്കാൻ കേസെടുക്കുമെന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ സർക്കാരിനോ ജനാധിപത്യ സർക്കാരിനോ ഭൂഷണമായിട്ടുള്ള നടപടിയല്ല. ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. പക്ഷേ അത് ഫാസിസ്റ്റ് ആയിട്ടുള്ള നടപടിയാണ്. ഈ സമരത്തിൽ ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിൽ തല്ലും ബഹളമൊക്കെ ഉണ്ടായി. അത് സമരക്കാരത് പറയുകയും ചെയ്തല്ലേ, അങ്ങനെ നുഴഞ്ഞു കയറി ചില ആളുകൾ സമരത്തിന്റെ ഒരു ഗതി മാറ്റാൻ ശ്രമിക്കുന്നുവെന്ന് അവർക്ക് പരാതിയുണ്ട്. അല്ല രഞ്ജിത്ത്, ഞാനത് പറയാം. നമ്മൾ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ കഴിഞ്ഞ 18 ദിവസമായി സമരം നടക്കുന്നു. ഈ പാവപ്പെട്ട സ്ത്രീകൾ നടത്തുന്ന, ആശാ വർക്കർമാർ നടത്തുന്ന സമരത്തിൽ ഒരു കല്ലെടുത്തെറിഞ്ഞു അവിടെ എന്തെങ്കിലും ഒരു ആലോചന ഉണ്ടായി. 5600 പേർ പങ്കെടുത്തു എന്ന് പറയുന്ന ആ സമരത്തിൽ പോലും അങ്ങനെ ചില മുതലെടുപ്പാറുണ്ടെന്ന് പറഞ്ഞു. അല്ല, അപ്പോൾ അവിടെ രാഷ്ട്രീയമായി പല സംഘടനകളും വരികയും അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അവരുടേതായ രീതിയിൽ അവരുടെ സമ്പ്രദായം അനുസരിച്ച് അവർ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ നോക്കേണ്ടത് അതല്ലല്ലോ. നമ്മൾ നോക്കേണ്ടത് ഈ സമരമുഖത്താണ്. ആ സമരമുഖത്ത് എന്തെങ്കിലും ഒരു അസ്വാരസ്യം ഉണ്ടായിട്ടില്ലല്ലോ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അവർ ഭക്ഷണം കഴിക്കുന്നത്, എല്ലാം നമ്മുടെ കൺമുന്നിലാണ്. ക്യാമറകളുടെ മുന്നിൽ നടക്കുന്ന ഒരു സമരമാണ്, നമുക്ക് എല്ലാവർക്കും കാണാവുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ അനുഭാവപൂർണ്ണമായ സമീപനം സ്വീകരിക്കണ്ടേ? എത്രയും വേഗം ഇവർക്ക് ഓണറേറിയം എന്ന പേരിലാണെങ്കിൽ പോലും ആ ഓണറേറിയം കൊടുക്കാൻ നടപടി സ്വീകരിച്ചുകൊണ്ടും, പിന്നെ ഇത് കഴിഞ്ഞ് വിരമിച്ച് പോകുന്നവർക്ക് പിന്നെന്താ അവശേഷിക്കുന്ന അവരുടെ ജീവിതകാലം മുഴുവൻ 12 മണിക്കൂറാണ് പണിയെടുപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ഈ ഇമ്മ്യൂണൈസേഷൻ മുതൽ അശ്വമേധം വരെയുള്ള നിരവധി പദ്ധതികൾ, പരിപാടികൾ വരെ തലവെച്ച് കൊടുക്കുക. ജീവിതം അവർക്ക് വണ്ടിക്കൂലി പോലും കിട്ടത്തില്ല. അവരെങ്ങനെ ജീവിച്ചിരിക്കുക അറിയാമോ? അവരെങ്ങനെ ജീവിക്കുന്നതെന്ന് ഈ പൈസ കൊണ്ട്. അപ്പോൾ ഒരു സർക്കാർ, ജനാധിപത്യ സർക്കാർ, ഞാൻ സമയത്ത് കിട്ടുന്നില്ല, ആ സമയത്ത് കിട്ടത്തില്ല. കഴിഞ്ഞ എത്രയോ മാസങ്ങളായി, 3-4 മാസം കഴിഞ്ഞിട്ടാണ് കിട്ടുക. ഈ പറയുന്ന ഈ തുച്ഛമായ വേതനം പോലും അതൊരു സാക്ഷ്യപ്പെടുന്നുള്ളൂ. നമുക്കത് പറയുമ്പോൾ അവർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വേദന വരും, ഏതൊരു മനുഷ്യനും. പക്ഷെ മനുഷ്യത്വമില്ലാത്തൊരു സർക്കാർ, അതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റും. തിരിച്ചു വരാം പ്രധാനപ്പെട്ട അതിഥികളിലേക്ക് വളരെ പെട്ടെന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം.